ഹലോ ഗായ്സ്, റിസ്വാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്കിന്ന് പറയാനുണ്ട്. നമ്മൾ കുറേ കാലം ഇന്നൊരു വ്ളോഗ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഗെയിമിങ് വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വ്ളോഗ് എടുത്തിട്ട് കുറച്ചായി. അപ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വന്നതിനും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് സങ്കടങ്ങളും നല്ല സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് സങ്കടത്തിൽ തന്നെ തുടങ്ങാം. സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഇത് കണ്ടല്ലോ, അതിന് വൃത്തിയായിരിക്കണം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇവിടെ വന്നപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ തന്നെ മനസ്സിലായി ടാങ്കിന് ലീക്ക് ഉണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു വലിയ ഡ്രം എടുത്ത് കണ്ട് അവിടെ കൊടുന്ന് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ മീനുകളൊക്കെ കിട്ടും. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ നമ്മളെ രണ്ട് വലിയ നെട്ടറ് ചത്തു. നെട്ടറെ കാണിച്ചു തരാം. ഞാനിവിടെ കിട്ടീനു. അതിൽ ഒന്നിനെ ഒരു പൂച്ച കൊണ്ടിരിക്കുന്നു, ഒന്നിനെ ഇവിടെ കാണുന്നുണ്ട്. കുറേ എറുമ്പുക്കൾ തിന്നാണ്. കാണിച്ചാൻ പറ്റിയ കാര്യമൊന്നുമില്ല. കാണിച്ചാൽ എന്താ കുറേ നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ അതൊരു സങ്കടകരമായ കാര്യമായിരുന്നു നെട്ടർ ചത്തത്. പോട്ടെ. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, നേരെ നമ്മൾ പുത്തം നല്ല കട്ടിയുള്ളൊരു പായ തന്നെ വാങ്ങി. എന്നിട്ട് നമ്മൾ വിരിച്ചാൻ വേണ്ടി നിന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ പണ്ട് പായിട്ടപ്പോൾ അടിയിൽ കുറേ കല്ലും ഇതൊക്കെ ഇങ്ങനെ കുത്തി ഇതായതുകൊണ്ട് പായ് കയറി. പിന്നെ ഇപ്പോൾ മണ്ടുമ്പോഴൊക്കെ അതുകൊണ്ട് ഇതാണ് പായ് കയറിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പോഞ്ച് കൊണ്ടിട്ട് കണ്ട് അതിൻ്റെ നുറു കൂടെയാണ് ഇപ്പോൾ പായ് വിരിച്ചാണ്. അപ്പോൾ നമ്മൾ ചോട്ടി കയറിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറെ പ്രശ്നം നമ്മളെ മോട്ടർ നമ്മൾ കത്തിപ്പോയത് എല്ലാവർക്കും അറിയും. കാരണം നമുക്ക് അതിൻ്റെ ഷോർട്സിലൊക്കെ കണ്ടാൽ മതി. നമ്മളിവിടെ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഫിൽറ്റർ ഇല്ലാത്തേ തോന്നുന്നു. നമ്മളൊരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് അങ്ങനത്തെ ഒന്നും എത്ര വലിപ്പമുള്ള ഒന്ന് ചത്തിനും. അപ്പോൾ നമ്മളിത് 2 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്നൊരു മോട്ടർ വാങ്ങി. അപ്പോൾ ഫുള്ള് സെറ്റാക്കി വെച്ചു. നല്ല സൂപ്പറായിക്കൊണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മേലെ നമുക്കൊരു 2 ടാങ്ക് ഉണ്ട്. അതിൽ ഒന്നിൽ ഫസ്റ്റത്തിൽ തലക്കരിക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗപ്പികളാണ് വരുന്നത്. കുറച്ച് ഗപ്പികൾ നല്ല പ്ലാന്റഡ് നല്ല സൂപ്പറായിട്ടുള്ള എന്താണ് നല്ല തെളിഞ്ഞ വെള്ളത്തിലെ മീനുകളിങ്ങനെ സൂപ്പറായിട്ട് കാണാം. നല്ല പല കളറുള്ള ഗപ്പികളൊക്കെ ഉണ്ട്, മിക്സ്ഡാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു റെസ്ക്യൂ ചെയ്തൊരു മുജ്ജുണ്ടായി, മുജ്ജിൻ്റെ കുട്ടി ഇത്ര വലുപ്പമുള്ള. അതെന്താ വെച്ചാൽ നമ്മൾ 5 മുജ്ജിനെ വാങ്ങിനു, ആഫ്രിക്കൻ മുഷിൻ്റെ കുട്ടികളാണ്. അപ്പോൾ നേരെ ഇതിക്കാണ് കൊടുത്തിട്ടത്. നെട്ടറ എല്ലാത്തിനും ശരിയാക്കി. അപ്പോൾ കിട്ടി ഒരു 3 പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റി. അതിൽ 2 ചത്തപ്പോൾ ഒന്നിനെ എങ്ങനെയൊക്കെ റെസ്ക്യൂ ചെയ്തെടുത്തു. മെറ്റാലിയം ബ്ലൂ പറഞ്ഞ മരുന്നൊക്കെ ഇട്ടുകൊണ്ട് സെറ്റാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ അതിൽ ഇട്ടിനു. ആ 2ാമത്തെ ടാങ്കിൽ ഇട്ടിനു. അപ്പോൾ 2ാമത്തെ ടാങ്കിൽ അത് ഒറ്റക്ക് കിടക്കേണ്ട വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു 4 അതിൻ്റെ അത്ര സൈസുള്ള കുറച്ച് മുജ്ജാളും കൂടി വാങ്ങി. അപ്പോൾ ഇന്നലെ ഏതായാലും നെട്ടർ പോയതല്ല. അപ്പോൾ ഇപ്പോൾ ഇതാ പോകുന്നു വേണ്ട ഇവർ 2 ഇപ്പോൾ നെട്ടറില്ലല്ലോ. അപ്പോൾ പേടിച്ചാനില്ല വിചാരിച്ചിട്ട് ഈ 2 മുജ്ജി കുട്ടികളെ ഇതിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിലിട്ടല്ല. അപ്പോൾ ബാക്കി ലൈറ്റിങ്ങൾ ഇതിക്കാണ് ഇടുക. അപ്പോൾ ഇപ്പോൾ ചെറിയ കണ്ട മുജ്ജിനെക്കാട്ടും ചെറുതേന് ഇപ്പോൾ വലിയ മുജ്ജ് അതിന് ഇതിൽ കിട്ടുകയാണ്. നമ്മൾ ഇത്ര സൈസാക്കില്ല. പിന്നെ ഓലയും കൂടെ ഇങ്ങോട്ട് ഇതിക്കിടാണ്ട് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടാങ്ക് ഇറക്കും, വെള്ളം കൊണ്ട് ഫുള്ളാണ്ട് കാലിയാക്കും, മീനുകളെ പിടിച്ചും നേരെ അവിടെ കൊണ്ടാണ്ട് തട്ടും. അത്ര തന്നെ. പിന്നെ നമ്മളെ ആ ടാങ്ക് കാലിയാവും. ആ ടാങ്ക് എന്തായാലും കാലിയാവും. അപ്പോൾ നമ്മൾ അതിക്ക് ഏത് മീനാണ് വാങ്ങണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ മീനുകളൊക്കെ വാങ്ങുന്നേക്കാം ഉറപ്പായിട്ടും. അപ്പോൾ വലിയ മീനുകളെ പേരൊന്നും വരുന്നത് നല്ല പൈസ ഉണ്ട്. നമ്മളെ പോക്കറ്റ് മണി കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നടത്തി തരുന്നത്. അപ്പോൾ നമ്മൾ മീനുകളൊക്കെ വാങ്ങാം, ചെറിയ മീനുകളൊക്കെ വാങ്ങാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്ക് നേരെ മേൽക്കുക, നേരെ പോയിക്കാണ്ട് വെള്ളം കൊണ്ട് വെച്ചാൽ അപ്പോൾ നേരെ മേൽക്കുക ഉള്ള സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും ടൂൾസ് കൊണ്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ നേരെ മേൽക്കൂടാം. ഓക്കെ ഗൈസ്, നമ്മളിതാ മേലെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാറ്റാൻ പോകുന്ന ടാങ്ക്. ചക്കന്മാരിത് കാണില്ല, ഒരു അടിയിലേക്കരം. ഓക്കെ, മുജ്ജാളെ ഞാൻ കാണിച്ചു തരാം. അതാണ് മുജ്ജാള്. സെറ്റപ്പായിട്ട് ഇവിടെ നിൽക്കൊണ്ട്
നല്ല ഇതിലാണ് ഒക്കെ നല്ല സൂപ്പറായിട്ട് എല്ലാം ഇതാക്കി ഒക്കെ നമ്മൾ ആകെ 3 ചെറിയ ഗപ്പിക്കുട്ടികളുടെ നിന്ന് തുടങ്ങിയതാ. അതിൻ്റെ തള്ളാരൊക്കെ നമ്മളേക്കൊന്ന് ചത്തുപോയി. പക്ഷെ ആ 3 തുടങ്ങിയതാ. ഫുള്ളങ്ങോട്ട് സെറ്റായി, ടാങ്ക് ഫുള്ളങ്ങോട്ട് സെറ്റാക്കി. അപ്പോൾ നമുക്കിന്ന് ഏതായാലും ഫസ്റ്റ് നമുക്ക് ഈ ടാങ്കത്തെ വെള്ളം ഒന്ന് നമുക്ക് ഇതാക്കാം. ഗൈസ് നമ്മൾ ഒഴിച്ചാൽ നിൽക്കണേ. ഓക്കെ, മുന്നേ മാറിക്കാം എന്നിട്ട് വെള്ളം കേട്ടോ. വെള്ളം ഇങ്ങനെ അപ്പോൾ നമ്മൾ വെള്ളം മറിച്ചിട്ടുണ്ട്. വെള്ളം ഇതാ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ബാക്കിയുള്ള മുജ്ജാളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേ ഒരു പെരല് വട്ടിക്കണു, എങ്ങനെ അറിയില്ല. ഇത് നമ്മൾ പണ്ടെന്നോ കൊടുന്നിട്ടാ തോന്നുന്നു, ഇത്ര വലുതായിക്കണു. അപ്പം ഇത് നമുക്ക് ഇനി എന്തായാലും ഞാൻ ഇനി നേരെ എന്താ കേട്ടോ, ഈ ടാങ്ക് വെള്ളം ഫുള്ള് കളഞ്ഞാണ്ട് അവിടെ തിരിച്ചു വെച്ച് ഈ മൂടിയൊക്കെ മൂടി ഞാൻ പോകും. എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ ഈ ടാങ്ക് മീനായിട്ടും. അപ്പോൾ കഴിച്ച് നമ്മളേതായാലും ഇതിവിടെ കാലിയൊക്കെ എടുക്കട്ടെ. നമുക്ക് ഇതിക്ക് നമ്മൾക്ക് പുതിയ ആൾക്കാരെ ഇറക്കണം. അപ്പോൾ ഒരു മുഖം കേട്ടോ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെക്കന്മാരെന്ന് നമുക്ക് നേരെ അടിക്കുണ്ടാവും. ആകെ വെള്ളമായിട്ടുണ്ട്. നല്ല തന്നെയാണ്, നല്ല ചൂടാണ് ഇവിടെ. ഇവിടെ ഒന്നും ചോട്ടി നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളത്തിൽ നിൽക്കാം. നേരം ഞാൻ ഇവിടെ അടിക്ക് ഇറക്കട്ടെ. കഴിച്ച് നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട്, ചെക്കന്മാരായിട്ട് അടിയിലെത്തിയിട്ടുണ്ട്. എല്ലാവരും കിട്ടി ഇതിക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ അടൈ? കൊരി അടിക്ക ആയിട്ടില്ല. അത് പിടിച്ച നമ്മൾ ആദ്യം ഓടൊക്കെ മാറ്റട്ടെ. ഓട് മാറ്റിയിട്ടുണ്ട്. നേരെ എന്നാൽ ഓരോരുത്തരായിട്ട് ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചാട്ടോ കാഴ്ച, അല്ലെങ്കിൽ ഇത് പണിയാകും. അപ്പോൾ കാഴ്ച നമ്മൾ നേരെ ഏതായാലും മീനാളം മകൾ ഇതിട്ടിട്ടുണ്ട്. ഇതാ പോന്നു. ഇനി ഇതീ കിടന്ന് വലുതാട്ടെ. നമുക്ക് പുതിയ മീനുകളൊക്കെ നമുക്ക് വാങ്ങാനാണ്. അപ്പോൾ ഏതൊക്കെ മീനാണ് വാങ്ങണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബായ്. പിന്നെ കഴിച്ച് നമ്മളെ സെഡ് നമ്മൾ ഗെയിമിങ് വീഡിയോസിൽ നമ്മൾ സെഡ് പണിയാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണാത്തവരൊക്കെ കാണാം. പ്രകാശ് കൊണ്ട് കൊടുത്തിരുന്നു. പിന്നെ കഴിച്ച് നമ്മൾ വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ബായ്.